ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സെപ്റ്റംബർ 19 വിശുദ്ധ ജാനുവാരിയോസ്. ഇറ്റലിയിലെ നേപ്പിൾസിലെ ഒരു നഗരമായിരുന്ന നോളയിലെ മെത്രാനായിരുന്ന ഉറാനിയോസ് ക്രിസ്തുവർഷം 432 എഴുതിയ ഒരു കത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നോളയിലെ വിശുദ്ധ പൗലീനസ് മരിക്കുന്നതിന് മുൻപ് 431 വിശുദ്ധ ജാനുവാരിയോസ് അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടുവെന്ന് ഈ കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജാനുവാരിയോസ് രക്തസാക്ഷിയും നിയോപ്പൊളിറ്റൻ സഭയിലെ അത്യുജ്വല അംഗമായിരുന്നെന്നും ഈ കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവർഷം 6-ാം ശതകത്തിൽ രചിക്കപ്പെട്ട ആക്ത ബെനോനൻസിയ എന്ന രേഖയിൽ നിന്നും 9-ാം ശതകത്തിൽ രചിക്കപ്പെട്ട ആക്ത വാത്തിക്കാന എന്ന രേഖയിൽ നിന്നുമാണ്. ബെനവന്തോയിലെ ജാനുവാരിസ് ഒന്നാമൻ, അതാണ് ഈ വിശുദ്ധ ജാനുവാരിയസ്, ബെനവന്തോയിലെ മെത്രാനായിരുന്നു. ഡയക്ലഷ്യൻ ചക്രവർത്തിയുടെ കാലത്തെ മഹാമർദ്ദന കാലത്ത് തുറുങ്കിലടയ്ക്കപ്പെട്ട സോസീസിനെ കാണാൻ ചെന്ന ജാനുവാരിയസിനെ അറസ്റ്റ് ചെയ്ത് വന്യമൃഗങ്ങൾക്ക് ഇരയായി നൽകാൻ രാജാവ് കൽപ്പിച്ചു. എന്നാൽ ജനരോഷത്തെ തുടർന്ന് അത് റദ്ദ് ചെയ്തു. വന്യമൃഗങ്ങൾ ഇവരെ രണ്ടുപേരെയും തിന്നാൻ വിസമ്മതിച്ചത് കൊണ്ടാണ് വിധി മാറ്റിയത് എന്നും ഒരു ജനസംസാരമുണ്ട്. പിന്നീട് രണ്ടുപേരെയും, ഈ സോസിയൂസിനെയും ജാനുവാരിയസിനെയും തലയേർത്ത് കൊല്ലുകയായിരുന്നു. കത്തോലിക്ക സഭയിലും ഓർത്തഡോക്സ് സഭകളിലൊക്കെ അദ്ദേഹത്തെ വിശുദ്ധനായി വണങ്ങുന്നുണ്ട്. ഡയക്ലഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് കൊല്ലപ്പെട്ട 2 മഹാവിശുദ്ധരാണ് ഈ സോസിയൂസും ജാനുവാരിയസും. ജാനുവാരിയസിനെയാണ് വിശുദ്ധനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്, സോസിയൂസിനെ കാണാൻ വേണ്ടി ചെന്നത്. ഈ രക്തസാക്ഷികൾ ആത്മാവുകൾ സ്വർഗത്തിൽ സിംഹാസനം താഴെ ഇരിക്കുന്നുവെന്നും അവർ ചില പ്രാർത്ഥനകൾ ദൈവത്തെ നടത്തുന്നുവെന്നും വെളിപാട് പുസ്തകത്തിലെ 6-ാമത്തെ അധ്യായം 9 മുതൽ 13 എന്നുള്ള വചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. രക്തസാക്ഷികൾ ആത്മാവുകൾ സ്വർഗത്തിൽ സിംഹാസനം താഴെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് രക്തസാക്ഷികളുടെ ശവകുടീരങ്ങളിൽ നമ്മൾ പള്ളി പണിയുന്നത്, അവരുടെ തിരുശേഷിപ്പുകൾ അൾത്താരയുടെ താഴെ വെക്കുന്നത്. കാരണം സ്വർഗത്തിൽ ഉള്ള സിംഹാസനത്തിൻ്റെ റെപ്ലിക്കയാണ് പള്ളിയിലെ ബലിപീഠം. അപ്പോൾ സ്വർഗത്തിൽ സിംഹാസനം താഴെയാണ് ഈ രക്തസാക്ഷികളുടെ ആത്മാവുകൾ ഇരിക്കുന്നത്. അത് ബോധ്യപ്പെടുത്താൻ രക്തസാക്ഷികളുടെ തിരുശേഷിപ്പുകൾ നമ്മൾ കത്തോലിക്ക പള്ളികളിൽ ബലിപീഠത്തിന് താഴെ പ്രതിഷ്ഠിക്കാറുണ്ട്. അല്ലെങ്കിൽ വിശുദ്ധിയായിട്ട് മരിച്ച ഒരാളുടെ കബറിടത്തിൽ നമ്മൾ ഒരു ബലിപീഠം ഇടാറുണ്ട്. കാരണം സ്വർഗത്തിൽ സിംഹാസനത്തിൻ്റെ തൊട്ട് താഴെയാണ് രക്തസാക്ഷികളുടെ ആത്മാവുകൾ ഇരിക്കുന്നത്. നമുക്കങ്ങനെ ഒരു കൊതിയില്ലേ? കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായിട്ട് മരിച്ച് സ്വർഗത്തിൽ ആ സിംഹാസനത്തിന് തൊട്ട് താഴെ ഇരിക്കാൻ, അങ്ങനെ ദൈവത്തിന് ചില പ്രാർത്ഥനകൾ നടത്താൻ നമുക്കതിന് മോഹമില്ലേ? എനിക്ക് 60 വയസ്സ് എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ 34-ാമത്തെ വയസ്സ്, 33-ാമത്തെ വയസ്സ് മുതൽ ഞാൻ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണ്, കർത്താവെ രക്തസാക്ഷിയാകാനുള്ളൊരു കൃപ എനിക്ക് നൽകണമേ എന്ന്. രക്തസാക്ഷിയായി ശരിക്കും വെറ്റ മാർട്ടിടം. ഞാനിങ്ങനെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കൊല്ലപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ 34-ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് അങ്ങനെ കൃപ നൽകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ഹിതമാണ്, അത് നടക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, രക്തസാക്ഷി, നമ്മൾ രക്തം കൊണ്ട് കർത്താവിന് സാക്ഷിയാകുക. ഇങ്ങനെ ഈ ജാനുവാരീസൊക്കെ ചെയ്തത് സോസിസിനെ കാണാൻ ചെന്നു, അപ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, എന്നിട്ട് വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ പറഞ്ഞു. ജനരോഷം, പിന്നെ വന്യമൃഗങ്ങൾ തന്നെ അടുക്കുന്നില്ല, അപ്പോൾ തലയേർത്ത് കൊന്നു. അപ്പോഴും എത്ര സന്തോഷത്തോടു കൂടിയാണ് കർത്താവിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് അവർ മരിച്ചിട്ടുണ്ടാകുക. ആ ഒരു മോഹം നമുക്കുണ്ടാകട്ടെ. രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ നമ്മളും ഉൾപ്പെടാൻ നമുക്ക് ദൈവം കൃപ നൽകട്ടെ. ഇനി ആ രക്തസാക്ഷിത്വമല്ലെങ്കിലും അനുദിനം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ചെയ്യുക, അത് മറ്റൊരു തരം രക്തസാക്ഷിത്വമാണ്. വരണ്ട രക്തസാക്ഷിത്വം, ഡ്രൈ മാർട്ടിഡം എന്ന് പറയും. അങ്ങനെയുള്ള രക്തസാക്ഷിത്വവും വളരെ ഗംഭീരമാണ്. അങ്ങനെ അനുദിനം കർത്താവിനെ പ്രസംഗിക്കുന്ന, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, കർത്താവിൻ്റെ ജീവിതം ജീവിക്കുന്ന, അതേസമയം അവനെ പ്രഘോഷിക്കുന്ന പ്രഘോഷകർ, പ്രേക്ഷിതർ, അങ്ങനെ ആയിട്ട് അതും ഒരു വലിയ ധീരത ആവശ്യപ്പെടുന്ന ഒരു തരം സാക്ഷ്യമാണ്. ആ സാക്ഷ്യമോ രക്തസാക്ഷിയോ അതാകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധര ജീവിക്കാൻ ആഗ്രഹിക്കുക, മോഹിക്കുക, ശ്രമിക്കുക. കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.